തൊഴിൽ നഷ്ടമാവാതിരിക്കാൻ ഗർഭാശയം നീക്കം ചെയ്യുന്ന ദരിദ്രരായ സ്ത്രീകൾ, അതും തുച്ഛമായ കൂലിക്ക് വേണ്ടി. കരിമ്പിൻ പാടത്തെ നടുവൊടിക്കുന്ന ജോലി ചെയ്യുന്നതിന്. കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടൽ തോന്നുന്നില്ലേ? മറ്റെവിടെയുമല്ല, ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്ത് നടക്കുന്നതാണ് ഇക്കാര്യം. കരിമ്പ് കൃഷിക്ക് പേരുകേട്ട മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിൽ നിന്നാണ് വീണ്ടും ആശങ്കാജനകമായ വിവരങ്ങൾ പുറം ലോകം കേൾക്കുന്നത്. 12 മുതൽ 18 മണിക്കൂറുകൾ വരെ നീളുന്ന കഠിനാധ്വാനത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് സ്ത്രീകൾ ഹിസ്റ്ററക്ടോണമി അഥവാ ഗർഭാശയം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നത്. ഗർഭമോ ആർത്തവമോ ഉണ്ടായാൽ അവർക്ക് ഉള്ള ജോലി നഷ്ടമാകും. അത് ഒഴിവാക്കാനാണ് ഗർഭാശയം നീക്കുന്നത്. ഇതേക്കുറിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നപ്പോൾ നാമമാത്രമായ സർക്കാർ ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഈ ദുരവസ്ഥ ഇപ്പോഴും തുടരുകയാണെന്നാണ് ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും ചൂണ്ടിക്കാണിക്കുന്നത്. ബീഡിൽ 100 കണക്കിന് ഏക്കറുകൾ നീണ്ടുകിടക്കുന്ന കരിമ്പ് പാടങ്ങളിൽ ആയിരങ്ങളാണ് തൊഴിലെടുക്കുന്നത്. ജോഡി എന്ന തൊഴിൽ സമ്പ്രദായമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. കരിമ്പ് വിളവെടുക്കുന്നതും അടുക്കുന്നതും സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നതും ഇവരാണ്. ഒരു കുടുംബത്തിന് ഒരു കൂലിയാണ് ലഭിക്കുക. പലപ്പോഴും അത് പ്രതിദിനം 600 രൂപയോടടുത്താവും. 6 മാസം നീളുന്ന തൊഴിൽ കാലയളവിൽ ദിവസവും 12 മണിക്കൂർ മുതൽ 18 മണിക്കൂർ വരെയാണ് കുടുംബങ്ങൾ തൊഴിലെടുക്കുക. കരിമ്പ് വിളവെടുക്കുമ്പോൾ അളവനുസരിച്ചാണ് കൂലി. ഇതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സ്ത്രീകളടക്കമുള്ളവർ ജോലിക്കിറങ്ങും. ആർത്തവവും ഗർഭാവസ്ഥയും ഒഴിവായാൽ കൂടുതൽ ജോലി എടുക്കാമെന്നുള്ള ചിന്തയാണ് സ്ത്രീ തൊഴിലാളികളെ ശസ്ത്രക്രിയകൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഡോക്ടർമാർ അടക്കമുള്ളവരുടെ ഒത്താശയോടെയാണ് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നത്. വരൾച്ച പിടിമുറുക്കുമ്പോഴാണ് മറാത്ത്വാഡയടക്കം മേഖലകളിൽ നിന്ന് തൊഴിലാളികൾ വീടിലേക്ക് കൂട്ടത്തോടെ എത്തുന്നത്. ഇടനിലക്കാരാണ് ഇവരെ കരിമ്പ് പാടങ്ങളിലെ പണിക്കെത്തിക്കുക. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരാൾ അസുഖബാധിതരായാൽ മറ്റേയാൾക്ക് പണിയില്ല. മാത്രമല്ല 500 മുതൽ 1000 രൂപ വരെ പിഴ ചുമത്തുകയും ചെയ്യും. പലരും ഇടനിലക്കാരിൽ നിന്ന് ചെറിയ തുകയൊക്കെ മുൻകൂർ വാങ്ങി സ്വയം അടിമയാക്കി വിറ്റവരാകും. കടം പെരുകും. അസുഖബാധിതരായാലും പണിക്ക് പോകാതിരിക്കാൻ വയ്യാതാകും. ഈ തോട്ടങ്ങളിലൊന്നിലും തൊഴിലാളികൾക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ല. ശുചിമുറിയോ വെള്ളമോ ഇല്ല. ഒരു പതിറ്റാണ്ടിനിടെ ബീഡ് ജില്ലയിൽ മാത്രം 13,000 ഗർഭപാത്രം നീക്കം ചെയ്യൽ ശസ്ത്രക്രിയകൾ നടന്നെന്നാണ് കണക്കുകൾ. ഇത് ദേശീയ ശരാശരിയേക്കാൾ 14 മടങ്ങ് കൂടുതലാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം വാർത്തയായതോടെ അധികൃതർ ഇടപെടാൻ നിർബന്ധിതരായി. പാർലമെന്റിൽ വരെ വിഷയം ചർച്ചയായി. പക്ഷേ തുടർ നടപടികളില്ലാതെ അതെല്ലാം അവസാനിച്ചതോടെ ഇപ്പോഴും ബീഡിൽ സ്വകാര്യ ക്ലിനിക്കുകളിൽ 100 കണക്കിന് യുവതികൾ ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുന്നുവെന്നാണ് വിവരം. ഒടുവിൽ ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് 2024 വിളവെടുപ്പ് കാലത്തിന് മുൻപ് 843 സ്ത്രീകൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായെന്നാണ് വിവരം. ഇതിൽ 477 പേർ 30-നും 35-നും ഇടയിൽ പ്രായമുള്ളവരാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രാദേശിക ക്ലിനിക്കുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന അനധികൃത ശസ്ത്രക്രിയകളുടെ എണ്ണം സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അമൃതകാലം സ്വപ്നം കാണുന്ന ഒരു രാജ്യത്തിൻ്റെ മനസാക്ഷിക്ക് മുമ്പിൽ ആ സ്ത്രീകൾ തലകുനിച്ച് നിൽക്കുകയാണ്. ഉപജീവനത്തിന് സ്വന്തം ഗർഭാശയം വലിച്ചെറിയേണ്ടി വരുന്ന ഗതികേടുമായി.